ഞാനിപ്പോൾ വത്തിക്കാനിലാണുള്ളത്. ഇന്ന് മെയ് 7 ഇന്നാണ് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ഈ കുർബാനയ്ക്ക് ശേഷം കാർഡിനൽ സിക്സ്റ്റീൻത് ചാപ്പലിലേക്ക് പോവുകയും പോപ്പിനെ തിരഞ്ഞെടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. രാവിലെ 6 മണി മുതൽ ഞങ്ങൾ ക്യൂ നിന്ന് സെക്യൂരിറ്റി ചെക്കിന് ശേഷം ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. വളരെ വലിയൊരു ചർച്ചാണ്. ക്യാമറയിൽ കാണുമ്പോൾ അത്ര വലിപ്പം തോന്നുന്നു. ആളുകളുടെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിപ്പം മനസ്സിലാകും. സെക്യൂരിറ്റിക്കാർ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കുർബാന കാണാനാണ് വന്നിരിക്കുന്നത്, ടൂറിസ്റ്റായിട്ടല്ല. കാരണം അങ്ങനെ കർദിനാൾസ് ഓരോരുത്തരായിട്ട് ചർച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം വന്നതിന് ശേഷം കുർബാന ആരംഭിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം വെളിയിറങ്ങി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കാം. അവരവരുടെ രാജ്യത്തു നിന്നുള്ള കർദിനാളന്മാരെ കാണുമ്പം ആളുകൾ ചെറുതായിട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് കർദിനാൾസ് എല്ലാം വന്നിട്ടുണ്ട്. കുർബാന തീർന്നു കഴിഞ്ഞപ്പോൾ പയ്യെ വെളിയിലിറങ്ങി. വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വെളിയിൽ ധാരാളം ജനങ്ങളുണ്ട്. ഇവിടെ ധാരാളം വലിയ TV-കൾ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിലൂടെ അകത്ത് നടക്കുന്ന കുർബാനയും പ്രസംഗവും കാര്യങ്ങളെല്ലാം വെളിയിൽ നിൽക്കുന്ന ആളുകൾക്കും കാണാൻ സാധിക്കും. ഈ നിൽക്കുന്ന ജനം മൊത്തം പത്രപ്രവർത്തകരാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. വിവിധ ലാംഗ്വേജ്, എല്ലാ ഭാഷയിൽ നിന്നുള്ള പത്രപ്രവർത്തകരുണ്ട്. അവരാളുകൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. നമ്മളോടും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പത്രക്കാരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. ഇതൊരു വലിയ ഒരു സ്റ്റേജ് തന്നെ കിട്ടി. അങ്ങനെ വത്തിക്കാൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.